പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വേറൊരു കഥയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാതെ കഥയിലേക്ക് പോകാം. അപ്പോൾ ഒരു വലിയൊരു ഫാക്ടറിയിൽ ഒരു ബോസും ഉണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം ബോസ് മിക്കവാറും ഈ ചെറുപ്പക്കാരനോട് പറയാറുണ്ട്, കുറച്ച് സംസാരിക്കുക, കൂടുതൽ വർക്ക് ചെയ്യുക എന്ന് പറയുക, വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്മെൻറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മുടെ ഈ ബോസ് എപ്പോഴും ഈ ചെറുപ്പക്കാരനോട് പറയുമായിരുന്നു. ഒരു 10 വർഷത്തിനൊക്കെ ശേഷം ഈ നമ്മുടെ ബോസ് റിട്ടയർഡായി. അങ്ങനെ പുള്ളിക്കാരൻ പോയി. കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഈ ചെറുപ്പക്കാരൻ ഈ ബോസിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഈ ചെറുപ്പക്കാരൻ്റെ മുഖം കണ്ടപ്പോഴത്തേക്കും ബോസിന് മനസ്സിലായി ഇവന് നല്ല വിഷമമുണ്ട്. അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ വിഷമമുണ്ട്, നല്ല ദുഃഖിച്ചിരിക്കുന്നൊരു പാവം. അപ്പോൾ അവനെ കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമം, ആ ഒരു ഫീലാണ് തോന്നുന്നത് കാണുമ്പോൾ തന്നെ. അപ്പോൾ ബോസ് ചോദിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ സ്കിൽസ് എല്ലാം ഞാൻ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ബോസ് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാളും. പക്ഷേ എൻ്റെ അത്രയും പോലും സ്കില്ലില്ലാത്തവരും അതുപോലെ തന്നെ എൻ്റെ ഇത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവരും എല്ലാവരും എന്തുകൊണ്ടാണ് എന്നെക്കാട്ടിലും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് ഇന്നും ഞാൻ താഴ്ന്ന പൊസിഷനിൽ തന്നെ കിടക്കുന്നത്? ഇതിനുള്ള ഉത്തരം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു വിഷമമാണ് എനിക്ക് എന്ന് ബോസിനോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു. അപ്പോൾ ആ ബോസ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി. നിനക്കൊരു വിശ്രമം ആവശ്യമാണ്, അതുകൊണ്ട് നീ ഒരു ദിവസത്തെ ലീവ് എടുക്കൂ. ചെറുപ്പക്കാരൻ പെട്ടെന്ന് സർപ്രൈസായി. അപ്പം ആ ചെറുപ്പക്കാരൻ ആലോചിച്ചു, ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതിരിക്കത്തില്ല, എന്തായാലും ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസത്തെ ലീവ് എടുത്തു. പിറ്റേ ദിവസം ഫാക്ടറിയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരൻ ചെല്ലുകയാണ്. അപ്പം മാനേജർ പറഞ്ഞു, നീ ഇല്ലാഞ്ഞ ഈ ദിവസം കഴിഞ്ഞ ആ ഒരു ദിവസം നീ ഇല്ലാതിരുന്നപ്പോഴാണ് നിൻ്റെ വില എത്രമാത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. നിനക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇവിടെ പല സ്റ്റാഫുകൾക്കും ചെയ്യാൻ സാധിക്കുന്നില്ല. നീ ഇല്ലാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ട് ഇന്നലെ ഒരു ദിവസം ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിൻ്റെ പൊസിഷൻ മാറ്റുകയാണ്, നിനക്ക് പ്രൊമോഷൻ തരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ സന്തോഷവും, ഇതാണ് ഉള്ള സക്സസ്സിലേക്കുള്ള മാർഗം ഇതാണെന്നും ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്തയുണ്ടായി. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഈ ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് ഇടാൻ തുടങ്ങി. അതായത് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാൻ തുടങ്ങി. നമ്മുടെ ഫാക്ടറിയിലേക്ക് പോകുന്നത് കുറവായി. അപ്പം ഒരു ദിവസം ഇങ്ങനെ ഫാക്ടറിയിലേക്ക് പോകുന്നത് കുറവായപ്പോഴത്തേക്കും അടുത്ത ദിവസം ഫാക്ടറി ചെല്ലുമ്പോഴത്തേക്കും ഇച്ചിരി മെച്ചപ്പെട്ടതായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ആ ചെറുപ്പക്കാരൻ അത് സ്ഥിരമാക്കി, ആ ഒരു ശീലം അങ്ങ് സ്ഥിരമാക്കി. ഇടയ്ക്കിടയ്ക്ക് ഫാക്ടറിയിൽ നിന്നൊരു വിശ്രമം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ലീവ് എടുക്കുക എന്നുള്ളത് അത് സ്ഥിരമാക്കിയപ്പോഴത്തേക്കും നമ്മുടെ മാനേജർ ഒരു ദിവസം നമ്മുടെ ഈ ചെറുപ്പക്കാരനെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടു. അപ്പോൾ അതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടപ്പോഴത്തേക്കും ചെറുപ്പക്കാരൻ ആകെ അങ്ങ് നിരാശനായി. എന്താണ് കാര്യമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയായി. അയാൾ ആകെ അങ്ങ് തകർന്നു പോയി. നേരെ ചെന്നത് ദേഷ്യത്തിലും ആ ഒരു മനോഭാവത്തിലും നേരെ ചെന്നത് ബോസിൻ്റെ അടുക്ക് ചെന്നപ്പോൾ ബോസ് പറഞ്ഞു, നീ ഞാൻ പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ടും കേട്ടില്ല, നീ പകുതി മാത്രമേ കേട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ് ആ ബാക്കിയുള്ള പകുതി കാര്യം എന്ന് പറയുന്നത്. ആദ്യത്തെ പകുതി ഭാഗം മാത്രമേ നീ കേട്ടുള്ളൂ, രണ്ടാമത്തെ ഭാഗം നീ കേട്ടിട്ടില്ല. അതാണ് നിനക്ക് പറ്റിയ തെറ്റ്. എപ്പോഴും ഓണാവുകയും ഓഫാവുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ബൾബാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് ഊരി മാറ്റും, അതിനെ അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അല്ലാതെ നമ്മൾ അതിനകത്ത് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ. അതുപോലെ തന്നെയാണിത്. അത് തന്നെയാണ് നിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ചുറ്റും നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ കുറേ പേര് കാണുമല്ലേ? അവരിൽ ആരെങ്കിലുമൊക്കെ എപ്പോഴും നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് നമുക്ക് അവരുടെ വില മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു ദിവസം നമ്മളിൽ നിന്നും അവർ ഒന്ന് അകന്നു പോയി കഴിഞ്ഞാൽ, നമ്മളിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വില മനസ്സിലാവും അല്ലേ? അങ്ങനെ നമ്മളിൽ നിന്നും അകന്നു പോകുന്നവരോ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും വേർപെട്ട് പോകുമ്പോഴേ നമുക്ക് അവരുടെ വില എത്രമാത്രമാണെന്ന് മനസ്സിലാകത്തുള്ളൂ അല്ലേ?
അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. എല്ലായ്പ്പോഴും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ജീവിതം നിങ്ങൾക്ക് അർഹതപ്പെട്ട റിവാർഡ്സ് തന്നിരിക്കും, ഉറപ്പ്. ഇന്നത്തെ ഈ കൊച്ചു കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.